നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാവിത്രി, ഇതെന്താ ഇന്ദ്രജെ, ഒരു തണുപ്പ മട്ടാണല്ലോ. തണുപ്പം മട്ടോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെ, ഇവിടെ നന്ദിനിയും എന്റെ ഏട്ടനും കൂടി അങ്ങ് അടുക്കുക. ഇപ്പൊ മീനാക്ഷിയും എന്റെ മകന്റെ കുഞ്ഞിനെയും കൂടി ചേർത്ത് ആ കുടുംബം അങ്ങ് വികസിപ്പിക്കുക. ഒടുവില് എന്റെ മകൻ കാർത്തിയും എനിക്കില്ലാതാവും. എല്ലാം കൈവിട്ട് കളഞ്ഞിട്ട് പിന്നെ കാര്യമില്ല കേട്ടോ ഇന്ദ്രജെ. കാറ്റിപ്പം നമുക്കനുകൂലോ. ദേ, എന്തെങ്കിലും ചെയ്യണം. ഇന്ദ്രജിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂന്ന് ഞാൻ പല പ്രാവശ്യം സാവിത്രിയോട് പറഞ്ഞു കഴിഞ്ഞതാ. സാവിത്രിക്ക് ഉറപ്പ് തന്നതുപോലെ മീനാക്ഷിയെ ഞാൻ ഇങ്ങ് കൊണ്ടുപോരും. അവൾ എന്റെ മകളാ. അവളെ കാർത്തിയുടെ ഭാര്യയൊന്നും ആവണ്ട. പിന്നെ ജയറാമനും നന്ദിനിയും എന്റെ അനുജത്തിയെ കൊന്നവരാ അവര്. അവരെ ഞാൻ വെറുതെ വിടൂന്ന് സാവിത്രി കരുതിയിട്ടുണ്ടെങ്കിൽ സാവിത്രിക്ക് തെറ്റി. അവരെ രണ്ടെണ്ണത്തിനെയും ഞാൻ കൊല്ലും. ദേ, ഈ കൊല്ലും കൊല്ലും എന്ന വാക്ക് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുവരെ ഒരു ഈച്ചയും കൊന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. കളിയാക്കലൊക്കെ അങ്ങ് നിർത്ത സാവിത്രി. ഇപ്പൊ തന്നെ നിങ്ങളുടെ വീടിന് പുറത്ത് ഞാൻ അയച്ച 2 ഗുണ്ടകൾ ജയറാമനെയും നന്ദിനിയെയും കാത്തിരിക്കുക. ഹലോ, നന്ദിനിയോ ജയറാമനോ ആരാദ്യം പുറത്തിറങ്ങും അവർക്ക് കുറി വീഴും. ഏതെങ്കിലും ഒന്നിനെ കൊല്ലാതെ അവന്മാര് പിന്മാറില്ല. നേരാണോ? നേര്. പുതപ്പിക്കാൻ കോടിമുണ്ടുകൾ തയ്യാറാക്കി വെച്ചോ. അതിലൊന്ന് ഇന്ന് തന്നെ വേണ്ടി വരും. രണ്ടിനെ തട്ടിയ അറക്കുളം മുത്തിക്ക് 2 പൂങ്കൊഴി നേർച്ച. ചേട്ടൻ പുറത്തേക്ക് എവിടെ പോവാൻ തോന്നുന്നല്ലോ. ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ചില സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ദേവിക്ക് എന്തെങ്കിലും വാങ്ങണോ? എനിക്കൊന്നും വേണ്ട ചേട്ടാ. എന്താ, ഞാൻ വാങ്ങിത്തരുന്നോണ്ടാണോ? അതല്ല, എനിക്കിപ്പോ ഒന്നും വേണ്ട, അതുകൊണ്ട് തന്നെയാ. ഓ, ഞാനിപ്പോ ദേവിയുടെ ആരും അല്ലല്ലോ. ആരും അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ചേട്ടൻ എന്റെ വളർത്തമ്മയുടെ മൂത്ത മകനല്ലേ. പണ്ട് ദേവിക്ക് ഞാൻ എല്ലാമായിരുന്നു. അതൊക്കെ എന്റെ ഒരു സ്വപ്നമല്ലായിരുന്നോ ചേട്ടാ? അതൊന്നും ഓർക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്നെ ഓർമ്മിപ്പിക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.